നേരത്തെ സൂചിപ്പിച്ചു സർക്കാരിൻ്റെ പദ്ധതികൾ. ഇപ്പോൾ കേരളയിൽ വലിയ ആശങ്കയോടുകൂടി വലിയ പ്രക്ഷോഭവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കോവളം മുതൽ ബേക്കൽ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയാണ്. ഇത്തരം ഒരു പദ്ധതി ശരിക്കും ആവശ്യമുണ്ട്. ഇതിൻ്റെ കേരളത്തിൽ ഈ രണ്ട് പദ്ധതി ആവശ്യമില്ല. കേരളം ഇപ്പോൾ സുഭിക്ഷമാണ്. ഇപ്പോൾ എൻ്റെ അഭിപ്രായം വികസനം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് എന്തും ഉണ്ടാക്കിക്കിട്ടില്ല. കേരളത്തിൽ ഇത് പച്ച പിടിച്ച സ്ഥലവും കുളവും മലയെല്ലാം സംരക്ഷിക്കുക, അതാണ് വികസനം. പുതുതായിട്ട് വേണമെങ്കിൽ അത് പുരോഗമനവാദികൾ വന്നിട്ട് പറയുക എങ്ങനെയാണ് ചെയ്യേണ്ടത്. സംരക്ഷണമാണ് നമുക്കിന്ന് കേരളത്തിൽ വികസനമായിട്ട് കാണുന്നത്. എൻ്റെ വീട് മോശമായി എന്ന് പറഞ്ഞാൽ അയൽവാസി ഞാൻ പൊളിക്കോ? എനിക്കറിയാം എൻ്റെ വീട് ഏറ്റവും മാതൃകാ വീടാണ്. പൊളിക്കാൻ പറഞ്ഞത് അന്യനാട്ടിലാണ്. അപ്പം മന്ത്രി എന്ന് പറയുന്നത് മന്ത്രിമാരാണ് ഇതെല്ലാം പഠിച്ച് നാട്ടുകാർക്ക് സുരക്ഷിതത്വം കൊടുക്കേണ്ടത്. ഒരു വീട്ടിൽ കാരണവരായിട്ടാണ് മുഖ്യമന്ത്രി നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ കുട്ടികളെയും ജനങ്ങളെ മുഴുവൻ തീറ്റി പോറ്റത് കാരണവരല്ലേ. ഇവിടെ എന്താ നടക്കുന്നത്? കാരണവർ ഇഷ്ടത്തിൽ നടക്കുക, പിള്ളേരെ പറ്റി ചിന്തയില്ല. എന്താണ് ഇതിൻ്റെ കഥ എന്നറിയാതെ. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനൊരു രീതിയിൽ. കാരണം ജനങ്ങളായിട്ട് ബന്ധമില്ല ഗവൺമെൻറ്റിന്. ഗവൺമെൻറ് ഏകാധിപതിയായിട്ട് നടത്തുന്നു. അത് ശരിയല്ലാന്ന് എനിക്ക് തോന്നിയത്. ഇപ്പോൾ കുഞ്ഞിരാമനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ ഉൾപ്പെടെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഇതിൻ്റെ രക്ഷാധികാരി കൂടിയാണ് സമരസമിതിയുടെ. അങ്ങനെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഈ പ്രശ്നം അവതരിപ്പിക്കാൻ ഇല്ല. മുഖ്യമന്ത്രി എൻ്റെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്. ഞാൻ കോവളത്ത് ശംഖുമുഖത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശംഖുമുഖത്താണെന്ന് ഇംഗ്ലണ്ടിലെ കമ്മിറ്റിക്കാർ പറഞ്ഞു. അവരെന്നെ അറിയിച്ചു. എന്നിട്ട് സർട്ടിഫിക്കറ്റും തന്നു. ഞാനെന്നിട്ട് മന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, എന്താ കുഞ്ഞിരാമൻ? ഞാൻ പറഞ്ഞു ശരിയല്ല. ഒരു ഇംഗ്ലണ്ടിലോ അമേരിക്കയിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമ്മളിവിടെ അതിൻ്റെ വില അറിയാത്തതുകൊണ്ട്. കടകംപള്ളി എന്ന് പറഞ്ഞ മന്ത്രി പിന്നെ ടൂറിസം മന്ത്രിയായിട്ട് വന്നപ്പോഴാണ് അത് ചെയ്തത്. അപ്പോൾ മന്ത്രിക്ക് വിവരമില്ലെങ്കിൽ ഇന്ന് നാട്ടിനെക്കുറിച്ച് സാംസ്കാരിക രംഗത്തെക്കുറിച്ച് മന്ത്രിക്ക് വിവരമില്ലെങ്കിൽ ഈ നാട്ടിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ പ്രധാനമായിട്ട് ഏകാധിപതിയായിട്ട് ഭരിക്കുന്നത് പഴയ കാലത്ത് ശരിയാണ്, രാജാക്കന്മാരും മറ്റ് മുസോളിനിയും ഹിറ്റ്ലറൊക്കെ. അതെല്ലാം നമുക്കുണ്ട്. പുതിയ ജനാധിപത്യ വ്യവസ്ഥ ഉണ്ടാക്കി നമ്മൾ രാജ്യം മാതൃകയായിട്ട് ലോകത്തിന് കാഴ്ച കൊടുക്കുന്നു. ഈ പ്രശ്നം ജനങ്ങളെ പ്രശ്നം മനസ്സിലാക്കി ഇതിൽ നിന്നും സർക്കാർ പിന്തിരിയും, അല്ലെങ്കിൽ ഇതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, പ്രശ്ന പരിഹാരമുണ്ട്. പരിഹാരത്തിന് സംസാരിക്കാൻ മുമ്പോട്ട് ആൾ വരണ്ടേ? നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ മന്ത്രിമാർ മുമ്പോട്ട് വേണ്ട. എന്താ വേണ്ടത്? ഇതുവരെ ഒരു മന്ത്രി ചോദിച്ചിട്ട് പറഞ്ഞിട്ടുമില്ല, അടുപ്പിക്കില്ല. ബന്ധപ്പെട്ട മന്ത്രിയായിട്ട് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, വന്നാൽ കാണാമെന്നുള്ള രീതിയിൽ. അത് ശരിയല്ല. ഇത് ജനാധിപത്യമല്ല. ഞാൻ പല രാജ്യങ്ങളിലും താമസിച്ചതിൻ്റെ പോയിൻ്റ് എല്ലാം ഇതിലും എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു മന്ത്രിസഭ കേട്ടില്ല. സത്യമായിട്ട് ആരും എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്, പക്ഷേ പറയാതിരിക്കാൻ വയ്യ.